അതുകൊണ്ട് ആ ഭാഗം ചെതറിപ്പോയി. മനുഷ്യൻ തന്നെ ചെതറിപ്പോയി. ബ്ലഡും മാംസത്തിൻ്റെ കഷ്ണമൊക്കെ ഇയാളുടെ ഈ വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പിടിപ്പെട്ടായിരുന്നു. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഈ ചാർജ് ഷീറ്റിലെ എപ്പിസോഡിൽ ഈ സംഘർഷ കാലഘട്ടം നമുക്കറിയാം. കണ്ണൂരിൻ്റെ സംഘർഷകാലം അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഭയങ്കര സമാധാന പ്രിയരാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നടന്ന ചില കൊലപാതകങ്ങളുടെ ഓർമ്മകളിലൂടെ ഇടയ്ക്ക് സഞ്ചരിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരു കാലവും നമുക്കുണ്ടായിരുന്നു എന്നറിയാം. ഒരു കർഷകനെ, ഒരു പാവപ്പെട്ട കർഷകൻ, അയാളെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൻ്റെ നാൾവഴികളിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കൊല്ലപ്പെട്ടയാളുടെ പേരോ അല്ലെങ്കിൽ കൊന്ന പ്രതികളുടെ പേരൊന്നും മനഃപൂർവ്വം പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ കുടുംബങ്ങൾ ഇപ്പം വളരെ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്നയാൾ കൊല്ലപ്പെട്ടു, പ്രതികൾ ഇന്നയാൾ, പ്രതികളായിരുന്നവർ പോലും ഇപ്പം ഈ ഞങ്ങൾ പറയാൻ പോകുന്ന കേസിലെ പ്രതി പോലും ഇന്ന് സമൂഹത്തിൽ വലിയ രീതിയിൽ അംഗീകാരത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാഴ്ച വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ ആ കുടുംബമൊക്കെ ഇത് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കഥകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഒരു പ്രോസിക്യൂട്ടർ നമ്മുടെ തലശ്ശേരി കോടതിയിൽ 2 ടേമായി 6 വർഷം പബ്ലിക് പ്രോസിക്യൂട്ടറും ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറുമായിരുന്ന PV ജോസ്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലത്തിലെ ഓർമ്മകളിലൂടെയുള്ള സഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. പക്ഷേ രാഷ്ട്രീയമില്ലാതെ ആ കൊലപാതകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയ കേസിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം PV ജോസിനും ചർച്ചിലേക്ക് സ്വാഗതം. എന്താണ് ആ ഒരു രാഷ്ട്രീയ കൊലപാതകം? നമുക്ക് രാഷ്ട്രീയം പറയണ്ട, കൊല്ലപ്പെട്ടയാളുടെ രാഷ്ട്രീയം പറയണ്ട. എത്ര വയസ്സുള്ള ആളാണ് കൊല്ലപ്പെടുന്നത്? ഏകദേശം ഒരു 55 വയസ്സുള്ള ആളാണ്. എന്തായിരുന്നു അയാൾ കൃഷിക്കാരനായിരുന്നു. എങ്ങനെയാണ് BJP അനുഭാവിയാണ്. അയാളുടെ BJP പ്രവർത്തകനും ആയിരുന്നു. ഈ സംഭവം അയാളുടെ വീട്ടിൽ ഒരു തേങ്ങാക്കൂടുണ്ടാക്കാൻ അയാൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമൻ എന്ന മറ്റേ പറഞ്ഞ ഒരാളോടാണെന്ന്. അപ്പോൾ ഈ രാമൻ ഒരു വൈകുന്നേരം ഒരു 5 മണിയായ സമയത്ത് ഈ കേളേട്ടൻ്റെ വീട്ടിൽ എത്തി. അപ്പോൾ അവിടെ ഈ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്തും ഇടവഴികളിലാണ്. പാനൂര് പ്രദേശങ്ങളിൽ ഇടവഴികൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ ഇടവഴിയിൽ നിന്ന് ഇയാളുടെ വീട്ടിലേക്ക് ഒരു സ്റ്റെപ്പ് കയറി പോകണം. അവിടെ ഇരുത്തി എന്ന് പറയുന്ന ഒരു ചാരു ബെഞ്ച് പോലെ വീടിൻ്റെ മുറ്റത്ത് കയറി തിരിക്കാനുണ്ടാവും. അപ്പം അതിന് ഇരുത്തിയെന്നാണ് അവരുടെ ഇതിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഇയാളും ഈ കൂടിൻ്റെ പണിക്ക് വന്ന ആളും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇതിലെ പ്രതിയുടെ കൂടെയുള്ള മറ്റാളുകൾ, അവർ ഏകദേശം 9 പ്രതികളുണ്ടായിരുന്നു ആ കേസിൽ. അപ്പോൾ ഇവർ നടന്നു വരുന്നു. അപ്പം നടക്കുന്നതിനിടയിൽ പോലും ബോംബ് നിർമ്മിക്കുന്ന ആളായിരുന്നു അതിൽ ഒന്നാമത്തെ പ്രതി. ഞാൻ പ്രോസിക്യൂട്ടറായിരുന്ന കാലത്ത് ഇതിലെ ഈ കേസിൽ 1-ാം പ്രതി ഏകദേശം 9ഓളം കൊലക്കേസിൽ പ്രതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധി കൊലക്കേസിലും അതെ, നിരവധി കൊലക്കേസിൽ പ്രതി. അതുപോലെ തന്നെ ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണം, ബോംബ് സ്ഫോടനം, കൊലപാതക ശ്രമം അങ്ങനെയുള്ള കേസുകളായിട്ട് ഏതാണ്ട് 9 കേസുകളിൽ പ്രതിയായിരുന്നു. 9 കേസുകളിൽ പ്രതിയായ ഒരുത്തൻ പ്രധാന പ്രതിയായ കേസാണ്. അപ്പം അത് ഈ അങ്ങനെയൊന്നും ഒരു കാര്യം, ഒരു സംഭവം പോലും പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഈ കൃഷിക്കാരൻ ഇവർ വന്ന ഈ സംഘം, ഈ കർഷകൻ എവിടെയാണ് ഇരിക്കുന്നത്? അയാളുടെ വീടിന്റെ മുറ്റത്ത് കയറി ചെല്ലുന്നത്. വീട്ടിലെ മുറ്റത്ത് ഇരുത്തി എന്ന് പറയുന്ന ഒരു ചാരി ബെഞ്ച് പോലെ അവിടെ ഈ സിമെന്റോട് നിർമ്മിച്ചതാണ്. തേങ്ങാക്കൂട നിർമ്മിക്കാനുള്ള ആളും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇതിനെ കുറിച്ച് തേങ്ങാക്കൂട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, തേങ്ങ പറിച്ചത് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഷെഡ് ഉണ്ടാക്കുന്നതാണ്. തേങ്ങാക്കൂടെന്നാണ് അവരവിടെ പറയുന്നത്. ആ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ അവിടാണ് ഈ ബോംബ് എറിയുന്നതും. ബോംബ് ഇയാളുടെ പിൻഭാഗത്ത് ഈ പട്ടക്സിൽ അവിടെ തട്ടി ഈ പൊട്ടുന്നതും അയാളുടെ ആ ഭാഗം ചെതറിപ്പോയി. മനുഷ്യൻ തന്നെ ചെതറിപ്പോയി. ആ ഭാഗം ഈ മാംസമൊക്കെ ചെതറിപ്പോയി അവിടെ. അപ്പോൾ അയാൾ ചെതറിയിട്ട് ഈ ബ്ലഡും മാംസത്തിൻ്റെ കഷ്ണമൊക്കെ ഇയാളുടെ ഈ വീടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു.
അപ്പോൾ ഈ മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കൊന്നും പരിക്ക് പറ്റിയില്ല, ഇയാൾക്ക് മാത്രമേ പരിക്ക് പറ്റി. കറക്റ്റ് അദ്ദേഹത്തിലായിരിക്കും ബോംബ് കൊണ്ടുപോകുന്നത്. ബോംബാണ് ഈ ബോംബ് ഉണ്ടാക്കുന്ന ഈ പറയുന്ന പ്രതി വളരെ ഉന്നമുള്ള ആളാണ്. അയാൾ എറിഞ്ഞെടുത്ത് കൊള്ളും എന്നാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. നടന്നുകൊണ്ട് ബോംബ് ഉണ്ടാക്കും. അങ്ങനെ കേട്ടിട്ടുള്ളത്, നടന്നുകൊണ്ട് ബോംബ് ഉണ്ടാക്കും. നടന്നുകൊണ്ട് ആ സംഭവം ബോംബെറിയും, കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് ബോംബ് പതിക്കുകയും ചെയ്യും. ആ കേസിൽ ഞങ്ങൾ സംഭവ സ്ഥലത്ത് പോകുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം, കാരണം ഇത് മുകളിൽ വീടും താഴെ ഇടവഴി പോലത്തെ സ്ഥലത്തൂടെ റോഡിലൂടെ പോകുന്നത്, എപ്പോഴാണ് ബോംബ് വരുന്നത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഇതുപോലെ സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് കാലമായിരുന്നു. എനിക്ക് തോന്നുന്നത് BJP നേതാവ് ജയകൃഷ്ണ മാഷൊക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ബോംബ് എറിഞ്ഞിട്ട് ഇയാൾ ഇത് ആ സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ടോ, അതെയോ? ഇയാളെ സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി മരിച്ചു. ചെറിപ്പോയില്ലേ ശരീരം. അതായത് ആ കേസിൽ വിചാരണ നടക്കുമ്പോൾ ഈ 9ഓളം പ്രതികളുണ്ട്. ഇപ്പോൾ 9 പ്രതികളെയും കോടതി ശിക്ഷിച്ചു. പക്ഷെ ഒരാളെ മാത്രമേ ഹൈക്കോടതി ചെന്നപ്പോൾ ശിക്ഷ കൺഫേം ചെയ്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രദാസ് എന്ന് പറയുന്ന ജഡ്ജിയുടെ കോടതിയായിരുന്നു, ഫാസ്റ്റ് ട്രാക്ക് 1-ലായിരുന്നു ആ കേസ്. ഇന്ന് സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ പതിഞ്ഞൊരു കാര്യം, ഈ സാക്ഷികളൊക്കെ ഇതിനകത്തെ സംഭവം സാക്ഷികളില്ല യഥാർത്ഥത്തിൽ ആരും. കാരണം അവരുടെ ഭാര്യ ഉണ്ട്, ഭാര്യയെ കൂടാതെ വേറെ ഏതോ ഭാര്യ ഈ ബോംബ് പൊട്ടുന്ന കണ്ട് ഇവർ ഓടിപ്പോകുന്നതും കണ്ടു. ഈ ഭാര്യ വീട്ടിൻ്റെ ഈ ഇറയത്തുണ്ട്, ഇവര് ഭാര്യയുണ്ട്, പക്ഷെ ഇത് ഇരുത്തി ഇങ്ങനെ ഉയരത്തിലും ഈ പ്രതികളിങ്ങ് താഴെ ആയതുകൊണ്ട് അങ്ങനെ കൃത്യമായി ഇവരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇവര് ബോംബെറിഞ്ഞു, ഓടിപ്പോയി. ഇപ്പം ഇത് ഒരു പക്ഷേ ഒന്ന് ബോംബെറിഞ്ഞ് ഭീഷണിപ്പെടുത്താമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ആ പാവപ്പെട്ട കൃഷിക്കാരൻ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിൽക്കുന്ന ഒരു കാലമല്ലേ. അപ്പം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് വന്നതെന്നും ബോംബെറിഞ്ഞതും ബോംബുണ്ടാക്കിയതും കൊണ്ടുവന്നതും. ബോംബുണ്ടാക്കുന്നത് പിന്നെ അത് എറിയാൻ വേണ്ടിയും എറിഞ്ഞ് അത് കൊള്ളണമെന്നുള്ള ഉദ്ദേശവും, കൊണ്ടാൽ ആൾ മരിക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഒരു ബോംബുണ്ടാക്കേണ്ട കാര്യമില്ല. സ്റ്റീൽ ബോംബല്ല. സ്റ്റീൽ ബോംബ് അങ്ങനെ എറിഞ്ഞാൽ പൊട്ടാനിടയില്ലല്ലോ. അത് മറ്റേ സാധാരണ ഉണ്ടാവുന്ന ഈ നമ്മൾ ഏറ് പടക്കം എന്നൊക്കെ പറയുന്ന പോലത്തെ നാടൻ ബോംബ്. എത്ര ബോംബുകൾ എറിഞ്ഞതായിട്ടാണ് അന്ന്? ഇതിൽ 1-2 ബോംബ് എറിഞ്ഞിട്ടുള്ളൂ. ആദ്യം എറിഞ്ഞ തന്നെ ഇത് പൊട്ടുകയും ചെയ്തു. സ്പോട്ടിൽ തന്നെ. ഭാര്യ അതിനെ കുറിച്ച് മൊഴിയിൽ എന്താണ് അവര് കണ്ട സീൻ? അവര് ഈ ബോംബ് എറിഞ്ഞിട്ട് ആള് ഓടുന്നതാണ് അവര് കണ്ടത്. ഇപ്പോൾ അപ്പോഴേക്കും ഈ സംഭവം രംഗം മാറിയല്ലോ. ഇവിടെയുള്ള ആളുകളെല്ലാം ഭയവികലരായി. വീട്ടിലുള്ളവര് അടുത്തൊരു വീട്ടിലെ സ്ത്രീ ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരും പിന്നെ ഒക്കെ പേടിച്ച് കരഞ്ഞ് വീട്ടിനുള്ളിൽ കയറി. അപ്പോൾ ഇവര് ബഹളവും കരച്ചിലും ഒക്കെ കേട്ടിട്ട് ആളുകളിൽ ഓടിക്കൂടി ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീൻ. പിന്നെ തന്നെ പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഉള്ള ഇത് ഇവിടുത്തെ കുറേ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ ഇരുത്തിയാൽ മാംസവും ഇതൊക്കെ ചെറിയ ഇങ്ങനെ ഭിത്തിയാൽ പതിച്ചിരിക്കുന്നതൊക്കെ പോലീസിന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ ഓടിപ്പോകുന്നത് കണ്ടു, ഇന്ന ആളുകളാണ് പ്രതികളെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുമെന്നാണ് സാക്ഷികൾ പറയുന്നത്. സാക്ഷി പ്രധാനമായിട്ടും ഈ ഭാര്യ കൂടാതെ വേറെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയാണ്. കേസിൻ്റെ വിചാരണകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ വക്കീൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു സാക്ഷിയോട്. ഈ പ്രതികളൊക്കെ ബാനൂർ ടൗണിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നവരും മെഡിക്കൽ ഷോപ്പിലുള്ളവരും ഒക്കെയല്ലേ? ഈ സംഭവ സമയത്തൊക്കെ അവർ ആ മെഡിക്കൽ ഷോപ്പിലുണ്ടായിരുന്നു. നിങ്ങൾ കളവ് പറയുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഇവരെ എനിക്ക് അറിഞ്ഞുകൂടെ എന്നാ ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് വളരെ അങ്ങനെ സാക്ഷി പറയാൻ ധൈര്യം കാണിച്ചു സ്ത്രീ. ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളല്ലേ, ഞാൻ ഇവരെല്ലാം അറിയുന്നതല്ലേ എന്ന് അവർ ചോദിച്ചു. അയൽവാസി, ഈ മരണപ്പെട്ട ആളുടെ അയൽവാസിയാണ്. ഈ പ്രതികൾ അവരെ ബന്ധുക്കളുമാണ്. പ്രതികൾ അവർ വെറുതെ പറഞ്ഞ ബന്ധുക്കളൊന്നും സത്യത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ അവർ വളരെ കൗശലപൂർവ്വമായ മൊഴി പറഞ്ഞാണ്. പ്രതിഭാഗം ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ കളവ് പറയുന്നത് പ്രതിഭാഗം കളവാണ് പറയുന്നത് ബോധ്യപ്പെട്ടപ്പോ അവരെ കൗണ്ടർ ചെയ്തു. അവർ തന്നെ നമ്മളാരും പഠിപ്പിച്ചു കൊടുത്തോ പറഞ്ഞതുമല്ല. അവർ വെച്ച് ഇതല്ല എൻ്റെ ബന്ധുക്കളല്ലേ, ഇവരെ എനിക്കറിഞ്ഞു, നാട്ടുകാരല്ലേ എന്നുള്ള അർത്ഥത്തിൽ.
അങ്ങനെ 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 പറഞ്ഞു. അങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്ന എങ്ങനെ? എത്ര മുറി, ആ ഒറ്റ മുറിവാണോ, ആഴത്തുള്ള ഒരു മുറിവാണ്? ആഴത്തുള്ള മുറിവ് ചെതറിപ്പോയല്ലോ ഈ ആ. ഇത് എനിക്ക് തോന്നുന്ന ഈ ഹിപ്പിന്റെ ആ വലതു ഭാഗമായപ്പോൾ ഈ ബോംബ് കൊണ്ടിട്ട് ചെറിപ്പോയി. ആ ശരീരത്തിന്റെ പകുതി ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് ചെറി. ചെതറിപ്പോയി. അത് മരണകാരണം അത് തന്നെയാണ് കാരണം അത് പറയുന്നത്. തന്നെ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് പോയല്ലോ. പിന്നെ അത്രയും പോയപ്പോൾ എല്ലാടക്കം ചെറിപ്പോയി. എല്ലായിടക്കും ചെതറിപ്പോയില്ലേ? സീരിയസ് ആയ വളരെ ഗ്രീവിയസ് ആയ ഇഞ്ചുറിയാണ്. ഉം. മരിക്കാൻ മരണകാരണമാകാവുന്ന മുറിവ് പറ്റിയിട്ടുണ്ട്. ആരാ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് ഓർമ്മയുണ്ടോ? പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ. അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം ഈ എക്സ്പ്ലോഷൻ ആണെന്നുള്ളത് നിഗമനത്തിലാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് എന്തെല്ലാം എവിഡൻസ്? സംഭവ സ്ഥലത്ത് നിന്ന് മറ്റേ ഈ വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ടല്ലോ ബോംബിൽ, അതും അതുപോലെ തന്നെ ഈ തളം കെട്ടുന്ന ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ എടുത്തതും ഭിത്തിയിലുണ്ടായിരുന്ന മാംസകഷ്ണങ്ങളും രക്തമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു വേറെ അധികം അതിനകത്ത് ഈ വിചാരം ഇവിടെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ 9 കേസിലെ പ്രതികൾ, കൊലക്കേസ് ഉൾപ്പെടെ 9 കേസിലെ പ്രതികൾ, ഇങ്ങനെയുള്ള ഈ വിചാരണ നടക്കുമ്പോൾ ആ കോടതിയിലെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? കോടതി പിന്നെ പ്രതികളൊക്കെ പറഞ്ഞാൽ അവർ ഇതൊരു കൂസലില്ലാത്ത വിധത്തിലായിരുന്നു ഈ പ്രതികളൊക്കെ. നമുക്ക് ഇങ്ങനെ ഒരുപാട് കേസിലെ പ്രതികളല്ലേ, അവർക്കൊന്നും ഇതൊരു വലിയ സംഭവമായി തോന്നുന്നില്ലാത്തതുപോലെയുള്ള പ്രതികരണമായിരുന്നു അവർക്കുണ്ടായിരുന്നു. കാര്യം ഇതിൽ റിപ്പൻഡ് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അവർക്കതൊന്നും ഒരു മനസ്സിലൊരു കുറ്റബോധമൊന്നും ഉള്ളതായി കണ്ടിട്ടില്ല. ഈ മലയോര ഗ്രാമത്തിൽ നിന്നാണ് താങ്കൾ വരുന്നത്. താങ്കളൊരു പ്രോസിക്യൂട്ടറായിട്ട് വരുമ്പോൾ ഇത്തരം കേസുകൾ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരുമ്പോൾ, മൃഗീയമായി മനുഷ്യനെ പോകുമ്പോൾ, താങ്കൾ തന്നെ പറയുമ്പോൾ ചെതറിപ്പോയി, ഒരു മനുഷ്യൻ്റെ ചെതറിപ്പോയി, ആ ചെതറിപ്പോയതിൻ്റെ മാംസങ്ങൾ ഭിത്തിയിൽ നിന്ന് കണ്ടെടുക്കുന്നു, അത് തെളിവുകളായി കോടതിക്ക് മുന്നിലെത്തുന്നു. താങ്കൾ അതാണ് ഇടയ്ക്ക് പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ താങ്കളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. കാരണം താങ്കൾ വരുന്ന പ്രദേശം വളരെ ശാന്തമായൊരു മലയോര ഗ്രാമമാണ്, വളരെ പ്രാദേശിക കർഷകർ ജീവിക്കുന്ന വളരെ നല്ല പ്രദേശത്ത് നിന്നാണ് വരുന്നത്. എന്താണ് താങ്കൾക്കുണ്ടായത്? ഒരുപാട് കേസ് ആ കാലത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പ്രോസിക്യൂട്ടറായിരുന്ന കാലത്താണ്. ഒരുപാട് കൊലപാതക കേസുകൾ, ഒരുപാട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിലെ കേസുകളും ഒക്കെ ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ എന്ന് വെച്ചാൽ മനസ്സ് മരവിച്ചു പോകുന്ന ഇതാണ് പലപ്പോഴും ഈ കേസ് ഡയറിയും കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അത്ര മൃഗീയമായ കൊലപാതകങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും താങ്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഇന്നും ഓർത്തുപോകുന്ന ഏറ്റവും അത് ജയകൃഷ്ണൻ മാഷിൻ്റെ ആ ഫയൽ എൻ്റെ മുന്നിൽ വന്നിട്ട് അത് ഞാൻ നടത്താതെ ചന്ദ്രമക്കലിനെ കൊടുക്കാൻ വേണ്ടി ഞാൻ പോലീസ് ഓഫീസിൽ പറഞ്ഞ് ചന്ദ്രമക്കലിനോട് സംസാരിച്ച് നടത്തണമെന്ന് പറയാം. പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു ചന്ദ്രൻ ചന്ദ്രൻ. എന്തുകൊണ്ടാണ് താങ്കൾ നടത്താതിരുന്നത്? അതിനകത്ത് ഒരുപാട് സാക്ഷികളും ഇപ്പം നമ്മൾ എന്നെക്കാളും പ്രോസിക്യൂട്ടറായിരുന്ന ഒരു എക്സ്പീരിയൻസും ചന്ദ്രമക്കലിനുണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നടത്തട്ടെ എന്ന ഒരു കുറെ കൂടി അതാണ് താങ്കളുടെ മനസ്സിനെ കേസായത്. കുട്ടികൾ പോലും അതിനകത്ത് ആ സംഭവത്തിൽ സാക്ഷി പറഞ്ഞതും ഒക്കെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. ഈ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് തലശ്ശേരി കോടതിയാണോ മട്ടന്നൂരാണോ? അല്ല, കൂത്തുപറമ്പായിരുന്നു. കൂത്തുപറമ്പ് കോടതിയാണ്. ഈ പ്രോസിക്യൂട്ടർ പദവിയിൽ എത്തിയിട്ട് ഇപ്പം ഈ പറഞ്ഞ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ മുന്നിൽ വരുമ്പോൾ ഒരു ശരാശരി ഒരു എങ്ങനെയാണ് അത് മനസ്സിനെ ഏത് രീതിയിലാണ് ഉൾക്കൊണ്ടത്, എങ്ങനെയാണ് അതിനെ കൊണ്ടു നടന്നത്? ആ കേസുകൾ നടത്താൻ ഒരു രാത്രി ഒരുപാട് വൈകിയും കേസുകളൊക്കെ എൻ്റെ വിറ്റ്നസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുകയും പിന്നെ AIR ഒരുപാട് സമാനമായ കേസുകളും സുപ്രീം കോടതിയിലെയും മറ്റ് ഹൈക്കോടതി വിധികളൊക്കെ ആ കാലത്ത് പരിശോധിക്കുകയും അപ്പോൾ FIRും അതിലൊക്കെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ AIRൽ ഒരുപാട് കാണും. ഇത്രയും സൈറ്റേഷനൊക്കെ കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, പണ്ട് നമുക്ക് ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ അടിച്ചാൽ സൈറ്റിൽ നിന്ന് അന്ന് ഞങ്ങൾക്ക് ബുക്ക് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ പോലെ സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാ കേസ്? അപ്പോൾ 302ൻ്റെ ഒരു കേസിൽ അതിൻ്റെ അകത്ത് എവിഡൻസ് ആക്റ്റും മറ്റും ഒക്കെ വരുമ്പോൾ CRPCയിലെ പ്രൊവിഷൻ അതൊക്കെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഏതെങ്കിലുമൊക്കെ അനുകൂലമായ കമൻറ്റുകളുണ്ടാവും, വിധികളുണ്ടാവും. ആ വിധികൾ നോക്കി എടുത്ത് നമുക്ക് AIRൽ പരിശോധിച്ചാൽ കിട്ടും. AIR എന്ന് വെച്ചാൽ
ഓൾ ഇന്ത്യ റിപ്പോർട്ടർ. അത് നിങ്ങൾക്ക് അത് കിട്ടുന്നതാണോ? അത് ഓൾ ഇന്ത്യ റിപ്പോർട്ടർ നമ്മൾ വരുത്തുന്നുണ്ടായിരുന്നു. വരുത്തുന്നു. അപ്പൊ അതിനകത്ത് ഈ വിധികളെല്ലാം ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് അത് കൈകാര്യം. അതെ. ഈ കേസിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഇരുത്തിയുടെ മുകളിലിരിക്കുന്നു, താഴെ നിന്ന് ബോംബെറിയുന്നു. അപ്പൊ ആ കേസിൽ എങ്ങനെയാണ് അതിന്റെ എവിഡൻസുകൾ കണക്ട് ചെയ്ത് പോയത്? അത് എവിഡൻസ് പ്രധാനമായിട്ടും ഈ അയൽവാസി സ്ത്രീയും പിന്നെ ഭാര്യയുമാണ് അതിൻ്റെ അകത്ത് പ്രധാന സാക്ഷികളെ. ഭർത്താവിനെ കൊല്ലുന്നത് നേരിട്ട് കണ്ട, ഭർത്താവിൻ്റെ കൊല്ലുന്ന ബോംബ് എറിഞ്ഞിട്ട് ഇവർ ഓടുന്ന കാണുമ്പോഴാണ് ആളെ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിച്ചു. കാരണം ഓടുന്ന ആളുകളെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് അതിനകത്ത് ഒരു പ്രത്യേകത. അതങ്ങനെയാണ് അവർ കോടതി പറയുന്നത്. പരിചയമുള്ള ആളുകളാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരെ ഇതിനു മുമ്പും, അപ്പോൾ ഇവരൊക്കെ അറിയാം എന്ന നിലയിലാണത് സാക്ഷികളെ. വേറെ അധികം ഐ വിറ്റ്നസ് അല്ല. പിന്നെ ഇയാൾ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഉണ്ടാക്കാൻ വന്ന ആളും അതിനകത്ത് സാക്ഷിയാണ്. അയാൾ പക്ഷേ അയാൾ സാക്ഷിയാണ്. അയാളും പക്ഷേ കണ്ടിട്ടില്ല. അയാൾ ഇത് ഭയപ്പെട്ടു പോയി. അയാൾ സംഭവം നടന്നു, ആ സംഭവ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രതികൾ ഓടിപ്പോകുന്ന കണ്ടു എന്നല്ലാതെ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞ ഈ അയൽവാസിയായ സ്ത്രീയും ഭാര്യയുമാണ്. ആയുധങ്ങളില്ല. ഈ രണ്ട് സാക്ഷികൾ മാത്രമാണ് കോടതി. ആ വിചാരണ വേളയിൽ കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ജഡ്ജിയുടെ ഇടപെടലും കാര്യങ്ങളും? ഈ ജഡ്ജിക്കെതിരെ വലിയ മുദ്രാവാക്യം വിളിയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിയുകയും ചെയ്തൊരു ജഡ്ജിയാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു അന്നത്തെ ആ കോടതിയിലെന്ന് വെച്ചാൽ ജഡ്ജി പിന്നെ പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒരു ഭാര്യയെ അവിശ്വസിക്കേണ്ട കാര്യങ്ങളില്ല, ബന്ധുവായ അയൽവാസിയായ സ്ത്രീയും അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നതാണ് കോടതിയുടെ നിഗമനം. അങ്ങനെയാണ് അതിനകത്ത് എഴുതുന്നത്. നിങ്ങളെന്ന് ആവശ്യപ്പെട്ട പണിഷ്മെന്റ് എന്തായിരുന്നു? നമ്മൾ ഈ കേസിലൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റ് സ്വാഭാവികമായി ആവശ്യപ്പെട്ടു. ഇതിനകത്ത് കോടതി എന്താണെന്ന് എടുത്ത തീരുമാനം? കോടതി അവർക്കൊക്കെ ജീവപര്യന്തം തടവ് കൊടുക്കായിരുന്നു. വധശിക്ഷ എല്ലാവർക്കും ലൈഫായി, എല്ലാ 9 പ്രതികൾക്കും. 9 പ്രതികൾ. ആ നേരത്തെ പ്രതിഭാഗം അഭിഭാഷകര് ഡിഫൻസ് എന്തൊക്കെയായിരുന്നു? ആരാന്ന് അഭിഭാഷകനായിട്ട് വന്നതെന്ന് ജയലക്ഷ്മൺ വക്കീലാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? ഇവരൊന്നും അല്ല, ഇവർ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല, രാഷ്ട്രീയ പ്രേരിതമാണ്, ഇവരെ വെറുതെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞ ഇവർ ആ സ്ഥലത്തേ വന്നിട്ടില്ല. ഇവര് അദ്ദേഹത്തിന്റെ ഒരു ഇത്, അതിലുള്ള പല പ്രതികളും പാനൂർ ടൗണിൽ ബിസിനസ്സുകാരാണ്. പാനൂർ ടൗണിൽ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു, മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു, അങ്ങനെയൊക്കെ ആളുകളാണ്. അവർ പാനൂർ മെഡിക്കൽ ഷോപ്പിലാണ്, ഈ സ്ഥലത്തെ അവർ വന്നിട്ടില്ല എന്നായിരുന്നു അയാൾ. ഈ ഡിഫൻസിന്റെ ചോദ്യങ്ങളെ നേരിടാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങളുടെ പ്രോസിക്യൂഷൻ സാക്ഷിക്ക് ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, ഉണ്ടായിട്ടില്ല. അവർ വളരെ ഫോമായി ഇവർ തന്നെയാണ്, ഈ പ്രതികളൊക്കെ ഉണ്ട്, ഇന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കൂട്ടി നിൽക്കുന്ന എല്ലാ സാക്ഷികളെയും തിരിച്ചറിയുകയും അവരുടെ എല്ലാം തിരിച്ചറിഞ്ഞു ഇവരൊക്കെ ആണെന്ന് അവർ പറയുകയും ചെയ്യും. ഡിഫൻസിന്റെ ഭാഗത്ത് അഡീഷണൽ സാക്ഷികൾ വന്നായിരുന്നു? ഇല്ല. പോലീസ് സാക്ഷികൾ ഉദ്യോഗസ്ഥരല്ല. ക്രൈംബ്രാഞ്ചാണോ ലോക്കൽ പോലീസാണോ? ലോക്കൽ പോലീസാണ് അന്വേഷിച്ചു കുറ്റപത്രം. അന്ന് ഈ കൊലക്കേസുകളൊക്കെ വീതിച്ചു വരുമ്പോ അന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊന്നും ഇല്ലല്ലോ. എത്ര കോടതികൾ ഉണ്ടായിരുന്നു അന്ന്? ഫാസ്റ്റ് ട്രാക്ക് ഈ കേസ് നടക്കുമ്പോൾ, ഈ കേസ് വെച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് 3 ഫാസ്റ്റ് ട്രാക്ക് കോടതിയുണ്ട്, വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് അല്ലേ? സെഷൻസ് കോടതിക്ക് പുറമെ എത്ര പ്രോസിക്യൂട്ടർമാരുണ്ടായിരുന്നു? ആദ്യം ഞാനും ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രൻ ചന്ദ്രോത്തും ഫസലും ഞാനും ആയിരുന്നു. അതിനുശേഷം പിന്നെ ജോസ് ആന്റണിയും പിന്നെ സരേഷും ഫാസ്റ്റ് ട്രാക്ക് കോടതി വന്നപ്പോൾ ജോസ് ആന്റണി വന്നു, സരേഷ് വന്നു, പിന്നെ ജോർജ്. ഇവർ 3 പേരെയും ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുന്നത് വരെ ഞങ്ങൾ 3 പേരും കൂടെ. അന്ന് ഈ കൊലക്കേസുകൾ എടുക്കുന്നതിൽ മടിയുണ്ടായിരുന്നു. പിന്നീട് കുറേ കൊലക്കേസുകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായി. നിങ്ങളുടെ കാലഘട്ടം? നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് കേസുകൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നില്ല. മിക്കവാറും കേസുകൾ തീർത്തിരുന്നു. പിന്നെ വന്നതിലാണ് കെട്ടിക്കിടക്കുന്നത്. ഈ 6 വർഷത്തിന് ഇടക്ക് ഈ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിങ്ങൾ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുണ്ട്? ഏതാണ്ട് ഒരു 32ഓളം കേസുകളുണ്ടായില്ല. എത്ര പ്രധാനപ്പെട്ട കേസുകൾ എൻ്റെ ഓർമ്മയിലുള്ളത്. അതെല്ലാം 302 ആയിരുന്നു. 302ഉം 307ഉം എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്റ്റും ഒക്കെയുള്ള കേസുകൾ തന്നെ.